തെരുവ് നായ്ക്കളെ കൊണ്ടും ഉള്ള ഒരുപാട് ഉപദ്രവങ്ങളിൽ നിന്നും പൊറുതിമുട്ടിയിരിക്കുന്ന ജനങ്ങൾ. അപ്പോൾ ഇന്നലെ തന്നെ തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ മെനഞ്ഞാന്ന് എത്ര പേരെയാണ് കടിച്ച് 20 പേരെ കടിച്ച തെരുവ് നായ ഉണ്ട് കേട്ടോ. അതിന് നാട്ടുകാർ തല്ലിക്കൊന്നു. പക്ഷേ അത് ആളുകൾക്ക് ഭീതി മാറുന്നില്ല. കാരണം അതിൽ ഒരു കുഞ്ഞിൻ്റെ കയ്യിലെ ഒരു വിരൽ കടിച്ച് പറിച്ചെടുത്ത് കളഞ്ഞു കേട്ടോ. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ നായ സ്നേഹികളുണ്ടല്ലോ, അവരെ ഒന്ന് കേൾക്കേണ്ടതാണ്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ആർക്കും ചാപ്പാട് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക്കായിട്ട് ഫീഡിങ് പാടില്ല. അതിന് ഓരോ സെൻറ്റേഴ്സ് ഉണ്ടാക്കണം, അതിന് നോട്ടീസ് ബോർഡ് വെക്കണം. ഇന്ന സെൻറ്റർ ഉണ്ടെന്ന്. അന്ന് പട്ടി ഇത് വായിച്ച് നോക്കിയിട്ട് പോയി ആ സെൻറ്ററിൽ പോയിട്ട് ആഹാരം കഴിച്ചോണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക്. യഥാർത്ഥത്തിൽ ആ കേസ് ജസ്റ്റിസ് പർദിവാലയുടെയും മഹാദേവൻ്റെയും ബെഞ്ചിൽ നിന്ന് മാറ്റിയതിനെക്കുറിച്ച് പോലും ഇപ്പോൾ പലരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആരോപണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ നിശിതമായ വിമർശനമാണ് ജസ്റ്റിസ് പർദിവാലയുടെ മുമ്പിൽ നിന്നുള്ള കേസുകൾ ഇങ്ങനെ ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് മാറ്റിയതിനെക്കുറിച്ച് ഒരു 2-3 കേസിൻ്റെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അത് കൂടുതൽ പറയുന്നില്ല, പറയാൻ അറിയാൻ വയ്യതുകൊണ്ടല്ല, ഞാൻ നന്നായിട്ട് പഠിച്ചതാണ്. എന്നാലും അത് വേണമെങ്കിൽ അത് പിന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇത് പറയാൻ വന്നത്, ഇതേപോലെ ആളുകൾ ഭീതിജനകമായിട്ട് ഉള്ള ആ രീതിയിൽ ആളുകൾ ഭീതി ജനിപ്പിക്കുന്ന വിധത്തിൽ ഈ തെരുവ് നായ്ക്കളുടെ ഇടപെടലിൽ മൂലം ആളുകൾ പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു സമയം എന്ന് വേണം പറയാൻ. ഏതായാലും ഞാനിപ്പോൾ ഈ അമേരിക്കയിലായതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരൊറ്റ എണ്ണത്തിനെ കാണാനില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇവിടെ ഇറങ്ങി നടക്കാം, ഒന്നുമില്ല. ഇത് ഈ രീതിയിലാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഓരോരുത്തരും വളർത്തിയിട്ട് തെരുവി കളയുന്നതാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. നല്ല ഇനത്തിലുള്ള നായയൊക്കെ റോഡിലൊക്കെ അരഞ്ഞിരിഞ്ഞ് നടക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാരണം, നമ്മുടെ ഈ എരൂര് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കൊച്ചിയിൽ എറണാകുളത്ത് തൃപ്പൂണിത്തുറ അപ്പുറത്ത് ആണ് എരൂര് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരു വാടക വീട് ഒരുത്തൻ വന്ന് എടുത്തു കേട്ടോ. അവൻ്റെ പേര് സുധീഷ് എം കുമാർ. ഈ സുധീഷ് എം കുമാർ ഈ വീട് സുധീഷ് എസ് കുമാറാണ്. ഈ വീട് വാടകയ്ക്കെടുത്ത് അയാളുടെ ഭാര്യ ജർമ്മനിയിലാണ്, അവിടെ ജോലി ചെയ്യാണ്. ഇയാളിങ്ങനെ ഇവിടെ സുഖിച്ചൊക്കെ കഴിയുക, അതായിരിക്കുമല്ലോ വരുന്നത്. കാരണം ഭാര്യ അവിടെ വെളിയിൽ ജോലി, ഇയാൾക്ക് എന്താ ജോലി എന്ന് അറിഞ്ഞൂടെ. ഇവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ 26 നായ്ക്കളെ, വളരെ മുന്തിയ നരം നായ്ക്കളെ, 60,000 രൂപയൊക്കെ വില കിട്ടുന്ന നായ്ക്കളാണ്. അങ്ങനെയുള്ള 26 നായ്ക്കളെ ഇവനെ ഈ വീട്ടിൽ വളർത്തുകയാണ്. അവിടെ ബ്രീഡിംഗ് ഒന്നുമില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. 26 നായ്ക്കളെ വളർത്തുന്നതിനോടൊപ്പം എന്താണെന്നറിയോ, ഇവൻ്റെ മൂന്നാം ക്ലാസ് പഠിക്കുന്ന 3-ാം ക്ലാസ്സുകാരനായ മകനുമുണ്ട്. ഈ പയ്യനെയും കൂടെ ഇവനെ ഇടയ്ക്കിട്ട് ഇവനൊരു ഹോബിയുണ്ട്. അതെന്താണെന്നറിയോ, ഈ വീടും വിട്ടിട്ട് പോലെ ദിവസങ്ങൾ അങ്ങ് വെളിയിൽ എവിടെയെങ്കിലും കറങ്ങി നടക്കും. അപ്പോൾ ഈ നായ്ക്കാർക്ക് ആഹാരം കൊടുക്കും? ആരും കൊടുക്കത്തില്ല, ആഹാരം കൊടുക്കത്തില്ല. ഈ കുഞ്ഞിനും ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 26 നായ്ക്കളെയും ഈ മൂന്നാം ക്ലാസ്സുകാരനെയും കൂടെ ആ വീട്ടിൽ തനിച്ചാക്കിയിട്ട് ഇവനങ്ങ് പോയി. 3 ദിവസം ആ വീട്ടിൽ വന്നിട്ടില്ല. ഈ പട്ടികളെ കുളിപ്പിക്കണം, നായകളെ കുളിപ്പിച്ചില്ലെങ്കിൽ തന്നെ അതിഭയങ്കരമായ വാഴയാണെന്ന്, ദുർഗന്ധമാണ് കേട്ടോ. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീട്ടിൽ ചെല്ലാനിടയായി. അപ്പോൾ അവിടെ പഗ് എന്ന് പറയുന്ന ഒരു നായ വളർത്തുന്നുണ്ട്. ഏതാണ്ട് വല്ലാത്ത ഒരു സ്മെല്ല് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക, സാറേ ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലേ, അത് ഞങ്ങൾക്കൊക്കെ യൂസ്ഡാണ്, അത് ഈ പഗ്ഗിൻ്റെ ആണ് എന്ന് പറഞ്ഞാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുകൊണ്ട് പഗ്ഗിനെ ഞാൻ ഒന്നും പറഞ്ഞല്ല. ഇനി പഗ്ഗിനെ പറഞ്ഞെന്നും പറഞ്ഞ് നായപ്രേമികളെല്ലാം കൂടെ എന്നെ തെറി വിളിക്കരുത്. എനിക്ക് പഗ്ഗിനോട് ഒരു വിരോധമില്ല കേട്ടോ. അതിന് ഒരു നായയായിട്ട് എനിക്ക് കണക്കാക്കാൻ തോന്നിയിട്ടില്ല, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. ഏതായാലും ഈ പല കാര്യങ്ങളും കൊണ്ടും ഇതേപോലെ ഉള്ള വളരെ ഈ വലിയ നല്ല ആരോഗ്യമുള്ള നായ്ക്കളായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടല്ലോ, ആഹാരം കിട്ടാതെ, ഇതിന് ആഹാരമൊന്നും കൊടുത്തില്ല, ഇത് കിടന്ന് കരയും. കുരയ്ക്കുന്നത് അതിൻ്റെ കരച്ചിലാണ്, ഫുഡ് ചോദിച്ചുകൊണ്ട് കരയുന്നതാണ്. ക്രേവിങ് ആണ് ആഹാരത്തിന്. ഭക്ഷണമില്ല, അതിന് വെള്ളമില്ല. ഈ മിണ്ടാപ്രാണികളെ ഈ വലിയ സ്നേഹമുണ്ടെന്ന് പറയുന്നവന് ഈ വളർത്തുന്നവനുണ്ടല്ലോ, ഇതുപോലെ അവൻ ചെയ്യുമല്ലോ. എന്നിട്ട് ഇതിനെ അവസാനം എന്തായാലും
അവിടെ അനിമൽ ലവേഴ്സ് ഒരു സംഘടനയുണ്ട്, ഒരു സൊസൈറ്റി ഫോർ എഗൻസ്റ്റ് ക്രൂവൽറ്റി ടു അനിമൽസ് എന്നുള്ളത്. ആ സംഘടനയിലെ പ്രവർത്തകർ വന്നിട്ട് ഇതിനെ അവസാനം എടുക്കുകയാണ് ഇവിടുന്ന്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു 20 ദിവസം മുമ്പ് ഇയാളൊരു 3 മാസമായി ഈ പണി അവിടെ തുടങ്ങിയിട്ട്. അവിടുത്തെ കൗൺസിലർ വന്ന് അവനെ വിളിച്ചപ്പോൾ കണ്ടു പറഞ്ഞു, ഈ നായ്ക്കളൊക്കെ ഇവിടുന്ന് മാറ്റിക്കൊള്ളണം, കാരണം നാട്ടുകാർക്ക് വളരെ വലിയ ശല്യം. ഇതിൻ്റെ കുര കേട്ടുകൊണ്ട് വേണ്ടേ അവിടെ കഴിയാൻ പറ്റുമോ? ഇത് വലിയ ശബ്ദത്തിൽ കുരയ്ക്കുന്നതാണ്. ഈ കിണറ്റിനകത്ത് പടക്കം പൊട്ടിച്ചിട്ടാൽ ഉള്ള സൗണ്ട് എന്തോന്നറിയാം, അതുപോലെ കുരയ്ക്കുന്ന പട്ടികളുണ്ട്, നായ്ക്കളുണ്ട്. അങ്ങനെ ഇതിനെ ഈ നായകളെ അവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് 20 ദിവസം മുമ്പ് വന്ന് കൗൺസിലർ പറഞ്ഞ് ഇതിനെ മാറ്റണം, ഇവിടുന്ന് മാറ്റിയേ പറ്റുമെന്ന് പറഞ്ഞു. ഈ മാറ്റണം എന്നുള്ളത് വന്നു. അവന് നോട്ടീസും ഒക്കെ കൊടുത്തു. ഈ നോട്ടീസ് കിട്ടിയപ്പോഴാണ് ഇവനെ പ്രതിഷേധ സൂചകമായിട്ട് ചെയ്ത പണിയാണ് ഈ പട്ടിയെ ഈ കുഞ്ഞിനെയും കൂടെ അവിടെ കളഞ്ഞിട്ട് ഇവനങ്ങ് പോയി. എന്ത് ചെയ്യാനൊക്കെ, അതിന് ഭക്ഷണമില്ല, വെള്ളമില്ല. അത് കിട്ടാതെ ഈ നായ്ക്കൾ അങ്ങ് മെലിഞ്ഞുണങ്ങി 2-3 ദിവസം കൊണ്ട് അത് ശോഷിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അക്രമാസക്തരാവും. ഈ കുഞ്ഞിനെ വീട്ടിലാക്കിയേക്കാണ്. ആ മാത്രമേ ഉള്ളൂ, കുഞ്ഞു മാത്രമേ ഉള്ളൂ. അവസാനം ഈ കുട്ടിയുണ്ടല്ലോ വിളിച്ച് ഇതിൻ്റെ അമ്മയുടെ അടുത്ത്, മാതാവിൻ്റെ അടുത്ത്, ജർമ്മനിയിലുള്ള അമ്മയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ചെയ്തു വെച്ചേക്കാണെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. അവരേതായാലും അപ്പോൾ 112 വിളിച്ചിട്ട് പോലീസിൽ ഈ വിവരം അറിയിച്ചു, ഇങ്ങനെ മോനെ അവിടെ ഇട്ടിട്ട് ഇയാൾ ഇറങ്ങിപ്പോയിക്കാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ വലിയൊരു ക്രിമിനൽ ഒഫൻസ് അയാൾ ചെയ്തേക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് അവൻ്റെ പേര് കേസെടുക്കണം വേണം. അതുപോലെ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടുവേർഡ്സ് അനിമൽസ്, അത് 1960 ആക്ട് അനുസരിച്ച് ഇവൻ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവനാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഏതായാലും ആ നായകളെയൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇവനതിന് ദൂരെ എങ്ങും പോയിട്ടില്ല. അവൻ തൃപ്പൂണിത്തുറ തന്നെ ഉണ്ട്. എവിടെ അലഞ്ഞിരിഞ്ഞ് വായി നോക്കി നടക്കാം. അവന് ഉത്തരവാദിത്വം ഉള്ളവനാണെങ്കിൽ, ഇത് ബോധമുള്ളവനാണെങ്കിൽ ഇതുപോലെ ചെയ്യൂ. എന്നിട്ട് ഈ നായയെ പറക്കി കൊണ്ടുവന്ന നേരത്തെ അവൻ വന്നെന്ന്. അപ്പോൾ അവർ തിരിച്ചു കൊടുത്തേക്കാമെന്ന് പറഞ്ഞ്, ഒരു കാരണവശാലും ഇവൻ്റെ പേര് ഇത് തിരിച്ചു കൊടുക്കരുത്. അവൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ റിപ്പീറ്റ് ഇറ്റ്. കാരണം ഇവൻ്റെ സ്വഭാവം ഇതാണെന്ന്, അവൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇയാളുടെ കയ്യിലോട്ട് ഇതിനെ ഒരിക്കലും തിരിച്ചു കൊടുക്കരുത് ഈ നായകളെ. പിന്നെ ഇതേപോലെ വളർത്താൻ വയ്യെങ്കിൽ നീയൊക്കെ ഈ പണിക്ക് ചെയ്യാൻ പോകുന്നത് എന്തിനാ? ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കാരണം ഇതിന് ഇത്രയും വലിയ ചിലവുണ്ട്. ഞാൻ പറഞ്ഞേ, ഇത്രയും വിലയുള്ള നായ്ക്കളെ കാശ് കൊടുത്ത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ ഈ ഭാര്യ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് പൈസ അയച്ചു കൊടുക്കുമല്ലോ. അത് അതിൻ്റെ കുഞ്ഞിനെ വേണ്ടി അയച്ചു കൊടുക്കുന്ന കാശായിരിക്കും. പക്ഷേ അതെടുത്ത് ഇവൻ നായ്ക്കളെ വാങ്ങിക്കാനും അതിനെ പരിപാലിക്കാനും ഒക്കെയാണ്. ഇതിന് ആഹാരം കൊടുക്കുന്നതിനൊക്കെ നല്ല ചിലവുണ്ട് ഇത്രയും നായ്ക്കൾക്ക്. അത് മാത്രമല്ല, ഇതിന് കാലാകാലങ്ങളിൽ മരുന്ന് വേണം, അതിന് ശുശ്രൂഷ, അതായത് മെഡിക്കൽ എയ്ഡ് കൊടുക്കണം. ഇതിനെല്ലാം ചിലവുള്ളതാണ്. ഇത് എന്തുമാത്രം പണം തൊലയ്ക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ആ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് ആ കുട്ടിയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ പട്ടിയെ മക്കം കൂടാം, കുട്ടിയുടെ കാര്യം നോക്കാം, നായ്ക്കളുടെ കാര്യം കഴിയാറില്ല. ഈ കുഞ്ഞ് ഈ 3 ദിവസം ഒറ്റയ്ക്ക് ഈ പട്ടികളോടൊപ്പം നായ്ക്കളോടൊപ്പം ആ വീട്ടിൽ കഴിയല്ലേ. അതിനെ ആക്കിയിട്ട് പോയിക്കാണ്, കളഞ്ഞിട്ട് പോയിക്കാണ്. ഏതായാലും പോലീസ് വന്നു, ആ അധികൃതരൊക്കെ വന്ന് ഇടപെട്ടിട്ട് ഈ കുഞ്ഞിനെ ഈ സ്ത്രീയുടെ, അതായത് എൻ്റെ അമ്മയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവരോടൊപ്പം ഈ കുഞ്ഞിനെ വിട്ടു. അങ്ങനെങ്കിലും അത് രക്ഷപ്പെടട്ടെ. ഇവൻ്റെ കൂടെ ഈ കുഞ്ഞിനെ അയക്കരുത്, അപകടമാണ്. കാരണം ഇതേപോലെ ഉത്തരവാദിത്ത ബോധമില്ലാതെ പെരുമാറുന്ന ഒരാളോടൊപ്പം എങ്ങനെയാണ് ഈ കുട്ടി കഴിയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും കളയുകയും ചെയ്യുന്ന മക്കളുടെ കാര്യം നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെ ഈ മക്കളെ സംരക്ഷിക്കാത്ത മാതാപിതാക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ മാതാവിന് അത് ജോലിയാണ്, അവർക്ക് ജോലിയാണ്. അതേപോലെ ഈ പിതാവെന്ന് പറയുന്ന അവൻ്റെ ജോലി ഇതാണ്, അവനെ നായ്ക്കളെ സംരക്ഷിക്കും കേട്ടോ. ഈ കുഞ്ഞിൻ്റെ കാര്യം അവൻ നോക്കത്തില്ല. ഇതാ കാര്യം. ഇത് ഈ വ്യവസ്ഥിതിക്കൊക്കെ വ്യത്യാസം വരണ്ടേ. മാത്രമല്ല, ഇതേപോലെ തിരക്കുള്ള വീടുകളൊക്കെ ഉള്ള തിരക്കുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇതേപോലുള്ള ഈ രീതിയിൽ ഈ നായ് വളർത്തൽ ഇതിനൊക്കെ ഇത് നടത്താൻ പാടില്ല. അവൻ പറയുന്നത് ഇതിനെ ബ്രീഡ് ചെയ്യുന്നില്ലെന്ന്. അവന് ഇതിൽ നിന്ന് ചിലപ്പം വരുമാനം കാണും, നമുക്കറിയില്ല. കാരണം ബ്രീഡ് ചെയ്യുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെ ആളുകൾ ഏറ്റെടുക്കാൻ വന്നപ്പോൾ അതിലെ 3 നായ്കൾ ഗർഭിണികളായിരുന്നു. അപ്പം പിന്നെ ഒന്നും ഇല്ലെന്ന് പറയുന്നതിനെ എങ്ങനെ ഇത് വിശ്വസിക്കാൻ പറ്റുന്നത്? ഇതുപോലുള്ള ഇടപാടുകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്നത്. ഏതായാലും ഇതും പ്രതികരിക്കാൻ വൈകിയതിൽ ക്ഷമിക്കുക. കാരണം ഞാൻ ആ സ്ഥലത്തില്ലാത്തതുകൊണ്ടും വളരെ ദീർഘദൂര ഈ വിമാനയാത്രയിലുമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഒരു 5-6 മണിക്കൂറായതേ ഉള്ളൂ. എല്ലാവരും അത്
താമസിച്ചു പോയതിൽ ക്ഷമിക്കുക.